ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയ്ക്ക് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 1.25 മണിക്കൂറോളം വരുന്ന പ്രസംഗം എന്തോ മഹത്തായ സംഭവമാണ് എന്നുള്ള മട്ടിൽ സംഘിക്കുഞ്ഞുങ്ങൾ പാടി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ 1.25 മണിക്കൂർ നീണ്ട ആ വാചകമടി, പുതിയതൊന്നുമില്ലാത്ത ആ കവല പ്രസംഗം, അത് എത്രമാത്രം പൊള്ളത്തരം നിറഞ്ഞതാണ്, എന്താണ് നരേന്ദ്രമോദിയുടെ കാപട്യം എന്നുള്ളത് മനസ്സിലാക്കാൻ രണ്ട് പ്രതികരണങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട. അതിലൊന്ന്, നരേന്ദ്രമോദി ഈ ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിന് ഒരു ദിവസം മുമ്പ് ലോക്സഭയിൽ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവ മൊയ്ത്ര നടത്തിയ ഒരു പരാമർശം. മറ്റൊന്ന്, ഈ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് പ്രിയങ്ക ഗാന്ധി മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണം. ഈ രണ്ട് ചെറിയ പ്രതികരണങ്ങളിൽ നരേന്ദ്രമോദിയുടെ ആ 1.25 മണിക്കൂർ നീണ്ട പ്രകടനത്തിൻ്റെ പൊള്ളത്തരം മുഴുവൻ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. दशकों बाद ये एहसास हुआ कि मैं वो जो स्कूल में जो मैथ का डबल पीरियड होता था ना, मुबारक घड़ी है, कल सच धज कर, मेकअप रच कर, खूब जच कर देखो उसका मंच पर आना. മഹുവ മൊയ്ത്ര ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, നാളെ ഇതിനൊക്കെ മറുപടി പറയാനായി രാജാവ് വരും, നല്ല മേക്കപ്പൊക്കെ ഇട്ട്, എന്നിട്ട് ഒന്നാന്തരം നാടകം ഈ ലോക്സഭയ്ക്കുള്ളിൽ കളിച്ചിട്ട് അങ്ങ് പോകും. ശരിയാണ്, അതാണ് സംഭവിച്ചത്. 2 ദിവസം മുഴുവൻ പാർലമെൻറ്റിനകത്ത് ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ ഈ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോഴും നരേന്ദ്രമോദി ആ ലോക്സഭയിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ നല്ല മേക്കപ്പൊക്കെ ഇട്ട് രാജാക്കന്മാരെ ആനയിക്കുന്നത് പോലെ മന്ത്രിമാർ ആനയിച്ചു കൊണ്ടുവന്നു, വലിയ ആഘോഷം, കയ്യടി, എന്നിട്ട് അവിടെ നിന്ന് 1.25 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തിയിട്ടങ്ങ് പോയി. മഹുവ മൊയ്ത്ര പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് ആ 1.25 മണിക്കൂർ നീണ്ട പ്രകടനം കാണുന്നവർക്ക് ബോധ്യപ്പെടും. मुबारक घड़ी है, कल सच धज कर, मेकअप रच कर, खूब जच कर देखो उसका मंच पर आना. किताब संविधान की आंखों से लगाना और फरमाना, मैं शीश को झुकाकर इस किताब को मन में बसाकर ईश्वर की शपथ लेता हूँ. रात ढलने दीजिए, दिल बदलने दीजिए, कल तलक ये बेवफा सितमगरों का बादशाह सब भूल जाएगा, नफरतें उगाएगा, दूरियां बढ़ाएगा, रोज संविधान की धज्जियां उड़ाएगा. मगर जो आज महफिल सजी है यही मानती है कि हीरो वही है. मुबारक घड़ी है. ഇനി പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ ആ 1.25 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതികരിച്ചത്. ലോക്സഭയിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രിയങ്ക ഗാന്ധിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും ഒക്കെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നല്ലോ എന്ന്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വളരെ സിമ്പിളായി പറഞ്ഞ മറുപടി, ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് വിദ്യാർത്ഥിയൊക്കെ ആയിരുന്ന കാലത്തിന് ശേഷം 2 മണിക്കൂറോളം മാത്സ് ക്ലാസ്സിൽ, 2 പീരീഡ് മാത്സ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു. മാത്സ് അധികം താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. അങ്ങനെയുള്ള ഒരു ക്ലാസ്സിലിരിക്കുന്ന വിഷയം, എന്തെങ്കിലുമൊക്കെ പുതിയത് നരേന്ദ്രമോദി പറഞ്ഞാലോ എന്ന് കരുതിയാണ് അവസാനം വരെ അവിടെ ഇരുന്നത്. പക്ഷേ മോദിക്ക് ചുറ്റും നോക്കുമ്പോൾ മോദിയുടെ പ്രിയപ്പെട്ടവരായ മന്ത്രിമാർ, നദ്ദ, BJPയുടെ അധ്യക്ഷൻ കൂടിയായ മന്ത്രി JP നദ്ദ, അദ്ദേഹം ഇങ്ങനെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനിയായ അമിത്ഷാ ഇടയ്ക്കിടെ ഇങ്ങനെ തൻ്റെ മുട്ടത്തലയിൽ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ഉറങ്ങി വീഴാൻ തുടങ്ങുന്ന അവസ്ഥ. മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്, ഉറങ്ങി വീഴാൻ തുടങ്ങുന്ന അവസ്ഥ. നരേന്ദ്രമോദി നോക്കുമ്പോൾ അത് കേൾക്കുന്നതായി അഭിനയിക്കും. അങ്ങനെ സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് പോലും ഉറക്കം വരികയും ദേഷ്യം വരികയും ബോറടിക്കുകയും ചെയ്ത ഒരു പ്രസംഗത്തെക്കുറിച്ച് കൂടുതൽ എന്ത് പറയാനാണ്? അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നയാളാണെങ്കിൽ അദ്ദേഹം അദാനിക്കെതിരായി ഒന്ന് സംസാരിക്കാൻ, പാർലമെൻറ്റിനകത്ത് സംസാരിക്കാൻ തയ്യാറായാൽ മാത്രം മതി എന്നുകൂടി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വച്ചതോടെ മോദിയുടെ സമ്പൂർണ്ണ പതനമായി. ആ 1.25 മണിക്കൂർ നീണ്ട പ്രസംഗം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി പൊളിച്ചടുക്കുന്നതായി. एक नई चीज नहीं बोली और कर दिया पूरी तरह से. मुझे बहुत दशकों बाद ये एहसास हुआ कि मैं वो जो स्कूल में जो मैथ का डबल पीरियड होता था ना, कि मैं उसमें बैठी और उसमें वो नड्डा जी भी ऐसे हाथ मल रहे थे, फिर मोदी जी ने उनकी तरफ देखा तो अचानक वो ऐसे लगने, एक्टिंग करने लग गई कि मैं सुन रहा हूँ. अमित शाह जी यूं अपना सर छू रहे थे.
पीयूष गोयल जी भी पीछे ऐसे लग रहे थे कि सोने वाले हैं, तो मेरे लिए तो एक नया एहसास था। मैंने सोचा था प्रधानमंत्री जी कुछ नया बोलेंगे, कुछ अच्छा बोलेंगे। उनके खोखले 11 संकल्प, अगर भ्रष्टाचार के प्रति जीरो टॉलरेंस है तो अडानी पे बहस तो करो। आपकी पूरी വലിയ സിനിമാക്കാരനായതുകൊണ്ടും സർവോപരി സംഖ്യയായതുകൊണ്ടും എന്ത് കോമാളിത്തരം പറഞ്ഞാലും എന്ത് ഗോഷ്ടി കാണിച്ചാലും അതൊക്കെ സംഘിക്കുഞ്ഞുങ്ങൾ വലിയ ആഘോഷമാക്കി പ്രചരിപ്പിച്ചുകൊള്ളും എന്ന ധാരണ സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പൊളിഞ്ഞു വീണു. ഗൗരവമുള്ള വിഷയത്തിനിടയിൽ കൈകൊണ്ട് ഗോഷ്ടി കാണിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള DMK അംഗം കനിമൊഴി നൽകിയ മറുപടി മാസായിരുന്നു. വലിയ ആളാവാൻ നോക്കി ആസായി മാറിയ സുരേഷ് ഗോപി. ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து கையை വിരിക്கிறாங்க. ദുരന്ത നിവാരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ ബാധിക്കുന്ന ഗൗരവമുള്ള വിഷയമായിരുന്നു കനിമൊഴി ഉയർത്തിക്കാട്ടിയത്. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ തമിഴ്നാടിനെയും കേരളത്തിനെയും ഒക്കെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് എന്ന് കനിമൊഴി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ സുരേഷ് ഗോപി ഭരണപക്ഷ ബെഞ്ചിലിരുന്ന് കോമാളിത്തരം കാട്ടിയത്. കൈമലർത്തി കാണിച്ച സുരേഷ് ഗോപിയോട് നിങ്ങളിപ്പോൾ കൈമലർത്തി കാണിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരും കേരളത്തോടും തമിഴ്നാടിനോടും ഒക്കെ കൈമലർത്തി കാണിക്കുകയാണ് എന്ന സൂപ്പർ മറുപടിയാണ് കനിമൊഴി നൽകിയത്. സ്വന്തം സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ലോക്സഭാംഗം വലിയ ശബ്ദമുയർത്തുമ്പോഴെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ കളിയാക്കാൻ സുരേഷ് ഗോപി നടത്തിയ ശ്രമത്തിനെതിരെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ശബ്ദമുയരുകയും ചെയ്തു. Control population at a very big disadvantage. You're giving 30% weightage for the funds to be released to us. It puts us at a disadvantage. It is like you're punishing us for making sure that our population is under control. இது நல்லா படித்து நல்ல மார்க் வாங்குற பிள்ளைய கொண்டு போய் கிளாஸை விட்டு வெளியில் நீ இல்லை அப்படின்னு சொல்கிற மாதிரி ஒரு நிலைமையை தான் இங்கே நாங்கள் பார்த்துட்ருக்கோம். தொடர்ந்து எல்லா விதங்களிலுமே தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே, மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே, நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம், வஞ்சிக்கப்படுகிறோம். கேரளாவும் எங்க பக்கத்தில் இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மளை பார்த்து கையை விரிக்கிறாங்க.